പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, എഫേസോസ് 2:8 വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു, വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. അപ്പോൾ വിശ്വാസമുള്ളവർക്കാണ് ദൈവത്തിൽ നിന്ന് കൃപയും അനുഗ്രഹങ്ങളും ലഭിക്കുന്നത്. ഗലാത്യ 3:22 യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി വിശ്വാസികൾ വാഗ്ദാനം പ്രാപിക്കുന്നു. അപ്പോൾ വിശ്വാസം വഴി നമുക്ക് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ പ്രാപിക്കുവാനും നമുക്ക് സാധിക്കും. വിശുദ്ധ ലൂക്ക 22:32 യേശു ശിമിയോനോട് പറയുന്നുണ്ട്, നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന്. ദൈവമക്കളുടെ വിശ്വാസം നഷ്ടപ്പെടുത്തുന്നത് സാത്താനാണ്. അതുകൊണ്ടാണ് യേശു ശിമിയോനെ വിളിച്ച്, സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു, എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരരെ ശക്തിപ്പെടുത്തണമെന്ന് പറഞ്ഞു. സാത്താൻ നമ്മെയും വിശ്വാസത്തിൽ നിന്ന് അകറ്റുവാൻ പരിശ്രമിക്കും. അവൻ്റെ കെണിയിൽ പെടാതിരിക്കുകയാണ് നാം ചെയ്യേണ്ടത്. അവൻ തന്ത്രശാലിയാണ്. പ്രാർത്ഥനയിൽ മടിപ്പ് തോന്നിപ്പിക്കുന്നതും ജീവിതത്തിൽ നിരാശയുണ്ടാക്കുന്നതും മറ്റുള്ളവർ നമ്മെ വേദനിപ്പിച്ച സംഭവങ്ങളും അവർ പറഞ്ഞ മനസ്സിനെ മുറിപ്പെടുത്തിയ വാക്കുകളും നമ്മെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥയും അവരോട് വെറുപ്പും വൈരാഗ്യവും വിദ്വേഷവും നമ്മുടെ ഹൃദയത്തിൽ സൃഷ്ടിക്കുന്നതുമെല്ലാം സാത്താൻ്റെ തന്ത്രങ്ങളാണ്. ആ തന്ത്രങ്ങളെ നാം മനസ്സിലാക്കി ജാഗരൂകരായി ജീവിക്കണം. ദൈവത്തിലും ദൈവവചനത്തിലുമുള്ള നമ്മുടെ വിശ്വാസത്തെ നശിപ്പിച്ച് നമ്മെ ദൈവത്തിൽ നിന്നും അകറ്റുകയാണ് അവൻ്റെ ലക്ഷ്യം. യേശുവിൻ്റെ അടുക്കലും ശിഷ്യന്മാരുടെ അടുക്കലും സാത്താൻ പ്രലോഭനങ്ങളുമായി ചെന്നുവെങ്കിൽ തീർച്ചയായും അവൻ നമ്മെയും സമീപിക്കുന്നുണ്ട്. അത് പല രീതിയിലാണെന്ന് മാത്രം. നമ്മുടെ ഹൃദയത്തിൽ വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും വാശിയുടെയും വൈരാഗ്യത്തിൻ്റെയും പ്രതികാര ചിന്തകളുടെയും വിത്തുകൾ വിതച്ചു തരുന്നത് സാത്താനാണ്. നമ്മുടെ ഹൃദയത്തിൽ ആരോടെങ്കിലും വെറുപ്പോ വൈരാഗ്യമോ വിരോധമോ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഉയർച്ചയിൽ സന്തോഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, നമുക്ക് എളിമപ്പെടാൻ സാധിക്കുന്നില്ലെങ്കിൽ, അഹങ്കാരം കൊണ്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നാം സാത്താൻ്റെ കെണിയിൽ പെട്ടുകിടക്കുകയാണ് എന്ന് നാം അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മുടെ ആത്മനാശമാണ് നമുക്ക് സംഭവിക്കുന്നത്. ദൈവത്തിൽ നാം ആഴത്തിൽ വിശ്വസിക്കണം. നമ്മെ രക്ഷിക്കുവാനായി സ്വപുത്രനെ പീഡാസഹനത്തിനും കുരിശുമരണത്തിനും ഏൽപ്പിച്ചു തന്നവനെ നാം സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യണം. എന്താണ് വിശ്വാസം? എബ്രായർ 11:1 വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കും എന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്. നമുക്ക് കാണാൻ പറ്റാത്ത ദൈവം, നമ്മുടെ കാര്യങ്ങളിൽ ശ്രദ്ധാലുവായ ദൈവം, നമ്മെ സ്നേഹിക്കുന്ന ദൈവം ഉണ്ടെന്നും ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ നമ്മിൽ ദൈവം നിറവേറ്റും എന്നുള്ള ഒരു വിശ്വാസവും നമുക്ക് ഉണ്ടായിരിക്കണം. നിരാശയിൽപ്പെടാതെ പ്രത്യാശയിൽ ജീവിക്കുമ്പോഴാണ് ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നമുക്ക് ലഭിക്കുന്നത്. റോമ 5:5 പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെ നമുക്ക് നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കാം? അത് പ്രാർത്ഥനയിലൂടെയും ദൈവവചനം വായിക്കുകയും അവയെ ധ്യാനിക്കുകയും യേശുവിനെ കുറിച്ചുള്ള പ്രസംഗങ്ങൾ കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ നമുക്ക് സാധിക്കും. അപ്പോൾ സാത്താനെ ചെറുത്ത് നിൽക്കാനും നാം ശക്തി പ്രാപിക്കും. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.